ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഐ ഗോട്ട് എ ചീറ്റ് സ്കിൽ ഇൻ അനദർ വേൾഡ് എന്ന ഒരു ജാപ്പനീസ് അനിമി സീരീസ് ആണ്. ഈ അനിമിനെ കുറിച്ച് പറയാനാണെങ്കിൽ സോളോ ലെവലിങ്ങും ലുക്കിസും ഒരുമിച്ച് ചേർന്ന എങ്ങനെ ഉണ്ടാവും, അതേപോലത്തെ ഒരു അടിപൊളിയായിട്ടുള്ള സീരീസ് ആണിത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായി ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് തുടർന്ന് വീഡിയോസ് ചെയ്യാൻ എന്നെ എൻകറേജ് ചെയ്യുന്നത്. എന്നാൽ ടൈം വേസ്റ്റ് ചെയ്യാൻ നമുക്ക് ഈ അനിമിയിലോട്ട് കടക്കാം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഐ ഗോട്ട് എ ചീറ്റ് സ്കിൽ ഇൻ അനദർ വേൾഡ് സീസൺ 1 എപ്പിസോഡ് 1. യൂയ ടെൻജോ എന്നു പേരുള്ള ഹീറോ അവന്റെ മനസ്സിൽ ഈ ലോകം വളരെ ക്രൂരമാണ്. കുട്ടിക്കാലം മുതലേ ഈ ലോകം എന്നെ അംഗീകരിക്കില്ല എന്ന് എനിക്കറിയാമായിരുന്നു. എന്നിരുന്നാലും ഇവിടെ ജനിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. അതിനാൽ മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയുന്ന ഒരു നിമിഷം വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നും ചിന്തിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ കുറച്ചു പേര് ചേർന്ന ഒരു പെൺകുട്ടീനെ ഹരാസ് ചെയ്യുന്ന കണ്ടിട്ട് ഹീറോയും അങ്ങോട്ട് പോയി, എക്സ്ക്യൂസ് മീ, നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ അവളെ ഒറ്റയ്ക്ക് വിട്ടൂടെ എന്ന് ചോദിക്കുന്ന സമയത്ത് അതിലുള്ള ഒരു പയ്യനാണെങ്കിൽ, ഓ നല്ല അഡ്വൈസാണ്, പക്ഷെ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഹീറോനെ രക്തം വരുന്നവരെ അടിക്കുന്നുണ്ടാവും. ആ സമയത്ത് പോലീസ് അങ്ങോട്ട് വരുമ്പോൾ ആ പയ്യന്മാർ അവിടെ നിന്ന് ഓടുന്നുണ്ടാവും. ഹീറോ രക്ഷിച്ച പെണ്ണ് അവൻ്റെ അടുത്ത്, നിങ്ങളെ എഴുന്നേൽക്കാൻ ഞാൻ സഹായിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഹീറോ ആണെങ്കിൽ ഞാൻ ഓക്കെയാണ്, ഇതൊക്കെ എനിക്ക് ശീലമായി എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നുണ്ടാവും. അവൻ്റെ മനസ്സിലാണെങ്കിൽ മുത്തശ്ശൻ പറഞ്ഞ കാര്യങ്ങളായിരിക്കും ഓർമ്മ വരുന്നുണ്ടാവുക. യൂയ, നീ പ്രശ്നങ്ങൾ നേരിടുന്ന ആളുകളടുത്ത് വളരെ കൈൻഡായിട്ട് പെരുമാറണം. ചിലപ്പോൾ അവരെ സഹായിക്കാൻ വേണ്ടി നമുക്ക് ധൈര്യം ആവശ്യം വരും എന്ന് പറഞ്ഞത് ചിന്തിച്ചിട്ട് ഹീറോ അവൻ്റെ മനസ്സിൽ, എന്നെ ഇഷ്ടപ്പെടാത്ത ചില ആളുകളുണ്ടെന്ന് എനിക്കറിയാം, അതുകൊണ്ട് തന്നെ സ്കൂളിൽ നിന്ന് എനിക്ക് ഒരുപാട് ബുള്ളിങ് നേരിട്ടിട്ടുണ്ട്. എന്തിന്, എൻ്റെ പാരൻസ് പോലും ഇതിൻ്റെ പേരിൽ എന്നെ ഹരാസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ബ്രദറിൻ്റെയും സിസ്റ്ററിൻ്റെയും വാഷ് ചെയ്യാൻ പോണ ഡ്രസ്സിൻ്റെ കൂടെ പോലും എൻ്റെ ഡ്രസ്സ് ഇടാൻ വേണ്ടി അവർ അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല. മേ ബി എൻ്റെ ബ്രദറും സിസ്റ്ററും എന്നെക്കാളും ബ്യൂട്ടിഫുൾ ആയതുകൊണ്ടാകാം, പക്ഷെ അവർ രണ്ടുപേരും എന്നെ ഒരു മനുഷ്യനായിട്ട് പോലും കണക്കാക്കിയിട്ടില്ല. പിന്നെ ഞാൻ മിഡിൽ സ്കൂളിലായ സമയത്ത് ഈ ബുള്ളിങ് ഒക്കെ മറ്റൊരു തരത്തിലേക്ക് മാറി. ആ സമയത്തെല്ലാം എൻ്റെ ജീവിതത്തിലെ ഏക ആശ്വാസം എൻ്റെ മുത്തശ്ശനായിരുന്നു. അദ്ദേഹം മാത്രമാണ് എന്നെ സ്നേഹിച്ചിട്ടുള്ളത്. യൂയ, നീ എന്ത് പ്രശ്നം നേരിടുകയാണെങ്കിലും അത് നിന്നെ പരാജയപ്പെടുത്താൻ വേണ്ടി അനുവദിക്കരുത്. ജീവിതം പ്രയാസകരമാവുന്ന സമയത്ത് നീ മറ്റുള്ളവരോട് കൈൻഡായിട്ട് പെരുമാറിക്കഴിഞ്ഞാൽ സന്തോഷം ഉറപ്പായിട്ടും നിന്നെ തേടി വരും. അതിനുവേണ്ടി നീ ധൃതി കൂട്ടേണ്ട ആവശ്യമില്ല. സമയമെടുത്ത് ജീവിതത്തെ അഭിമുഖീകരിക്കാൻ പഠിക്ക് എന്നൊക്കെ അവൻ്റെ മുത്തശ്ശൻ അഡ്വൈസ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഒരു ദിവസം അവൻ്റെ മുത്തശ്ശൻ മരണപ്പെടുന്നുണ്ടാവും. ഗൈസ്, നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാൾ നമ്മളെ വിട്ട് പോകുന്ന സമയത്ത് ഒരൊറ്റപ്പെടലുണ്ട്. ആ അവസ്ഥയിലൂടെ ആയിരിക്കും നമ്മുടെ ഹീറോ ഇപ്പം കടന്നു പോകുന്നുണ്ടാവുക. എൻ്റെ മുത്തശ്ശൻ മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ വീടും മറ്റു സ്വത്തുക്കളും എൻ്റെ പേരിലാണ് എഴുതി വച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ മാതാപിതാക്കൾ അത് എന്നിൽ നിന്ന് തട്ടിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ മുത്തശ്ശൻ ഒരു ലോയറിനെ വെച്ച കാരണം അവർക്കത് സാധിച്ചില്ല. അതിനു പകരം അവരെന്നെ ഉപേക്ഷിച്ചു. ഇപ്പം ഞാൻ ഈ വീട്ടിൽ പാർട്ട് ടൈം ജോലികളൊക്കെ ചെയ്ത് ഒറ്റയ്ക്ക് താമസിക്കുന്നു എന്നൊക്കെ ഹീറോൻ്റെ മനസ്സിൽ അഗാധമായിട്ട് ചിന്തിക്കുന്നുണ്ടാവും. പിറ്റേ ദിവസം ഹീറോ ഗ്രാജുവേഷൻ സെറിമണിക്ക് പോകുന്ന സമയത്ത് അവിടുന്നും ചില പയ്യന്മാർ അവനെ ബുള്ളി ചെയ്യുന്നുണ്ടാവും. അതിലുള്ളൊരു പയ്യനാണെങ്കിൽ, നീ മിഡിൽ സ്കൂളിൽ നിന്ന് ഗ്രാജുവേറ്റ് ആയാലും ജീവിതകാലം മുഴുവൻ എൻ്റെ പഞ്ചിങ് ബാഗ് ആയിരിക്കും എന്ന് പറയുന്ന സമയത്ത് ഹീറോ ആണെങ്കിൽ, എനിക്ക് ന്യൂസ് പേപ്പറൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ജോലിയുണ്ട്, അതുകൊണ്ട് ലേറ്റ് ആവാൻ പറ്റൂല എന്ന് പറയുമ്പോൾ അത് കേട്ടിട്ട് ആ പയ്യനാണെങ്കിൽ, നീ എന്താ തമാശ പറയാണോ, നീ ആരാന്നാടാ നിന്റെ വിചാരം എന്ന് പറഞ്ഞിട്ട് ഹീറോനെ എടുത്തിട്ട് അടിക്കുന്നുണ്ടാവും. എന്നാൽ ഇതൊക്കെ കണ്ടിട്ട് കൂടി അവൻ്റെ ബ്രദറും സിസ്റ്ററും പ്രത്യേകിച്ച് റിയാക്ട് ചെയ്യുന്നുണ്ടാവില്ല. അങ്ങനെ ഹീറോ അടിയൊക്കെ വാങ്ങിയിട്ട് അവൻ്റെ ന്യൂസ് പേപ്പർ ഓഫീസിലോട്ട് പോകുന്ന സമയത്ത് അവിടുത്തെ ഓണറാണെങ്കിൽ, നീ ഇന്നും ലേറ്റാണ്, അതുകൊണ്ട് നിനക്ക് പകരം ഞങ്ങൾ മറ്റൊരാളെ ജോലിക്ക് വെച്ചു, ഇനി നിനക്ക് നാളെ മുതൽ ഈ ജോലിയില്ല എന്ന് പറയുന്ന സമയത്ത് ഹീറോയും സോറി എന്ന് പറഞ്ഞിട്ട് അവൻ്റെ വീട്ടിലോട്ട് പോകുന്നുണ്ടാവും.
ഹീറോ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് വാഷ്റൂമിലോട്ട് പോകുന്ന സമയത്ത് കണ്ണാടിയിൽ അവൻ്റെ മുഖം കണ്ട് ടെൻഷനായിട്ട് ഞാനൊരു സ്റ്റുപ്പിഡാണ്. മിഡിൽ സ്കൂളിൽ നിന്ന് ഗ്രാജുവേറ്റ് ആയിട്ട് കൂടി എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. എന്തിന്, എൻ്റെ ഉള്ള ജോലി വരെ പോയി. ഇനി ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഫ്രസ്ട്രേഷനിൽ ഒരു പഞ്ച് ചെയ്യുന്നുണ്ടാവും. ആ സമയത്ത് ഒരു ഡോർ ഓപ്പണായി ഹീറോയും ഉള്ളിലോട്ട് പോകുന്നുണ്ടാവും. ഹീറോ ആ റൂം കണ്ടിട്ട് ഇത് മുത്തശ്ശൻ്റെ ആണെന്ന് തോന്നുന്നു. അദ്ദേഹം പല സ്ഥലങ്ങളിലേക്കും സഞ്ചരിക്കാറുണ്ട്. അങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് ആ സ്ഥലത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ ഇവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത് എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് പോകുന്ന സമയത്ത് അവിടെ ഒരു വിചിത്രമായ ഡോറ് കണ്ടിട്ട് ഹീറോ അത് തുറന്നു നോക്കുമ്പോൾ അവൻ്റെ മുമ്പിൽ ഒരു സ്ക്രീൻ പ്രത്യക്ഷപ്പെടുന്നുണ്ടാവും. ഹീറോയും അത് കണ്ട് ചെറുക്കായിട്ട് ഇതൊരിക്കലും റിയൽ ആവാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞ് അതിലെ ടൈറ്റിൽസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് മാസ്റ്റർ ഓഫ് ദ ഡോർ എന്നൊരു ടൈറ്റിൽ കണ്ടിട്ട് ഹീറോ അതിൻ്റെ ഉള്ളിൽ എന്താ എന്ന് നോക്കുന്ന സമയത്ത് അതിൽ 3 ഫീച്ചേഴ്സ് ആയിരിക്കും കാണാൻ പറ്റുന്നുണ്ടാവുക. അതിൽ ഒന്നാമത്തേത് എന്ന് പറയുന്നത് അസറ്റ് കൺവേർഷൻ എന്നതായിരിക്കും. അതിലൂടെ നമുക്ക് ഏതൊരു വസ്തുവും പണമായി കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. രണ്ടാമത്തേത് എന്ന് പറയുന്നത് അഡ്മിഷൻ റെസ്ട്രിക്ഷൻസ് എന്നതായിരിക്കും. അതിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയ്ക്കല്ലാതെ മറ്റാർക്കും ഇങ്ങോട്ട് പ്രവേശിക്കാൻ കഴിയില്ല എന്നതായിരിക്കും. പിന്നെ അവസാനത്തേതായ ട്രാൻസ്ഫറിലൂടെ ആണെങ്കിൽ നമ്മുടെ ഹീറോക്ക് അവൻ്റെ കറന്റ് ലൊക്കേഷനിലോട്ട് ഈ ഡോറിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും എന്നായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. ഹീറോയും അത് വായിച്ച ശേഷം ഇതിനെക്കുറിച്ച് എനിക്ക് പൂർണ്ണമായിട്ടും ഒന്നും മനസ്സിലായില്ല. പക്ഷേ ഇതൊരു വീഡിയോ ഗെയിം പോലെയാണെന്ന് തോന്നുന്നു. എനിക്ക് എൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് അവൻ്റെ സ്റ്റാറ്റസ് ഡിസ്പ്ലേ ആവുന്നുണ്ടാവും. എന്നാൽ അതിലെ ഹീറോൻ്റെ ലെവൽ എന്ന് പറയുന്നത് വെറും 1 ആയിരിക്കും. അവനും അത് കണ്ടിട്ട് ഇതിലെ ഓരോ കാറ്റഗറീസിലും എനിക്ക് പോയിന്റ്സ് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നു. കൂടാതെ ഇതിൽ എക്സ്ട്രാ പോയിന്റ്സ് കിട്ടാനും ചാൻസ് ഉണ്ട്. ഈ ഐറ്റം ബോക്സിനെ ഞാനൊരു ഗെയിമിംഗ് ഫംഗ്ഷനായി കാണുന്നിടത്തോളം കാലം എനിക്ക് ഈ സ്ഥലം എങ്ങനെ പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും എന്ന് ചിന്തിച്ചിട്ട് അവൻ അവിടെയുള്ള ഒരു ലെറ്റർ വായിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അതിലെ ലാംഗ്വേജ് ഹീറോയ്ക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. ആ സമയത്ത് സിസ്റ്റം ലോകത്തുള്ള എല്ലാ ലാംഗ്വേജും മനസ്സിലാവാനുള്ളൊരു സ്കില്ല് അവന് കൊടുക്കുന്നുണ്ടാവും. ഹീറോയും അത് വളരെ യൂസ്ഫുൾ ആണ് എന്ന് പറഞ്ഞിട്ട് അത് വായിച്ചു നോക്കുന്നുണ്ടാവും. അതിൽ എഴുതിയിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഈ വീടിന്റെ ഓണറിന് അധികകാലം ആയുസില്ലാത്തത് കൊണ്ട് തന്നെ ഈ വീടും സ്ഥലവും ആദ്യം ആര് കണ്ടെത്തുന്നോ അവർക്ക് ലഭിക്കും എന്നായിരിക്കും. അതായത് ഇപ്പൊ ഈ സ്ഥലത്തിന്റെ ഓണർ എന്ന് പറയുന്നത് നമ്മുടെ ഹീറോ ആയിരിക്കും. അതേപോലെ തന്നെ ഈ വീടിന്റെ ഓണർഷിപ്പ് മാജിക്കിലൂടെ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന കാരണം തന്നെ ഹീറോക്കല്ലാതെ മറ്റാർക്കും ഇങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റൂല എന്നും അതിൽ എഴുതിയിട്ടുണ്ടാവും. ഹീറോയും അത് വായിച്ച ശേഷം അവിടെയുള്ളൊരു സ്വാഡ് കണ്ടിട്ട് അത് എടുത്തു നോക്കുന്ന സമയത്ത് സിസ്റ്റം ഇതുപയോഗിച്ച് എന്തിനെ മുറിക്കാൻ പറ്റും എന്ന് പറയുന്നുണ്ടാവും. ഹീറോയും അത് കേട്ടിട്ട് ആ സ്വാഡ് എടുത്ത് പുറത്തേക്ക് ഇറങ്ങി ട്രെയിൻ ചെയ്യുന്ന സമയത്ത് അവന് സ്വാർട്സ്മാൻഷിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ സ്കില്ല് അൺലോക്ക് ആവുന്നുണ്ടാവും. അവൻ ഒരു സ്പിയർ എടുക്കുന്ന സമയത്ത് സിസ്റ്റാണെങ്കിൽ ഇതുപയോഗിച്ച് ടാർഗറ്റിനെ കറക്റ്റായിട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നുണ്ടാവും. അത് കേട്ടിട്ട് അവനൊരു അരിവാൾ എടുക്കുന്ന സമയത്താണെങ്കിൽ ഇതുപയോഗിച്ച് ചെറിയൊരു സ്ക്രാച്ച് ഉണ്ടാക്കിയാൽ പോലും അത് ഓപ്പോണന്റിന് വലിയൊരു ഇഞ്ചുറി ഉണ്ടാക്കും എന്ന് പറയുന്ന സമയത്ത് ഹീറോ അവിടെയുള്ള ഓരോ വെപ്പണും ട്രൈ ചെയ്ത് നോക്കിയ ശേഷം അവൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് അതിലെ സ്കിൽസിൻ്റെയും വെപ്പൺസിൻ്റെയും പോയിന്റ് എല്ലാം ചേർന്ന് ട്രൂ മാർഷൽ ആർട്സ് എന്ന് പറഞ്ഞ ഒരു പുതിയ സ്കില്ല് അൺലോക്ക് ആവുന്നുണ്ടാവും. ആ സമയത്ത് ലെവൽ 300-ലുള്ള ഒരു ബ്ലഡി ഓർക്ക് ഹീറോനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ അതിനെ എന്തോ തടഞ്ഞു നിർത്തുന്നുണ്ടാവും. ഹീറോയും അത് കണ്ടിട്ട് ഞാൻ ആ കാര്യം മറന്നുപോയി. എൻ്റെ നിർദ്ദേശമില്ലാതെ ഈ പ്രോപ്പർട്ടിയിലേക്ക് ആർക്കും വരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവൻ്റെ കയ്യിലുള്ള സ്പിയർ ഉപയോഗിച്ച് അതിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ ആ മോൺസ്റ്ററും മരിച്ചു വീഴുന്നുണ്ടാവും. ആ സമയത്ത് അവൻ്റെ റാങ്കും 100-ലേക്ക് മാറുന്നുണ്ടാവും.
ഹീറോ ആ ഓർഗിന്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് അതിന്റെ കൊമ്പും റാങ്ക് ബിയിലുള്ള ഒരു മാജിക്കൽ സ്റ്റോണും മറ്റും ലഭിക്കുന്നുണ്ടാവും. അത് കാരണം ഇന്നത്തേക്ക് ഇത് മതി എന്ന് പറഞ്ഞിട്ട് അവൻ ഉറങ്ങാൻ വേണ്ടി പോകുന്നുണ്ടാവും. ആ സമയത്ത് സിസ്റ്റാണെങ്കി അസറ്റ് കൺവേർഷൻ വഴി ആ ഓർഗിന്റെ കൊമ്പും മാജിക്കൽ സ്റ്റോണും മറ്റും പണമായിട്ട് മാറ്റുന്നുണ്ടാവും. അങ്ങനെ ഹീറോ ഉറങ്ങുന്ന സമയത്ത് അവന്റെ ബോഡിയിൽ എന്തൊക്കെയൊക്കെയോ മാറ്റങ്ങൾ വരുന്ന പോലെ നമ്മളെ കാണിക്കുന്നുണ്ടാവും. പിറ്റേ ദിവസം അവൻ എഴുന്നേൽക്കുന്ന സമയത്ത് അവന്റെ ബോഡിയിൽ എന്തൊക്കെയൊക്കെയോ മാറ്റം ഉണ്ടായിട്ടുണ്ടെന്ന് ഹീറോക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും. എന്നാ അവിടെ ഒരു മിറർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഹീറോ അവന്റെ ഫേസിലെ ചേഞ്ച് ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. അവൻ ചുറ്റും നോക്കുന്ന സമയത്ത് ഇടാനുള്ള ഡ്രസ്സ് മുതൽ ഷൂസ് വരെ ഹീറോക്ക് അവിടുന്ന് ലഭിക്കുന്നുണ്ടാവും. ഹീറോയും അതിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അവന്റെ കാഴ്ചശക്തി മുമ്പോളത്തേക്കാൾ ഇൻക്രീസ് ആയ പോലെ തോന്നുന്നുണ്ടാവും. അവൻ ചെടികൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അവിടെ ഒരു വിയേഡായിട്ടുള്ള ചെടി കണ്ടിട്ട് ഇതേതാ പ്ലാന്റ് എന്ന് ചോദിക്കുമ്പോൾ സിസ്റ്റം ഇതുപയോഗിച്ച് ഏതൊരു രോഗത്തെയും സുഖപ്പെടുത്താൻ കഴിയും എന്ന് പറയുന്ന സമയത്ത് ഹീറോയും എന്നാ പിന്നെ ഡോക്ടർമാരെ ആവശ്യമൊന്നുമില്ലല്ലോ എന്ന് പറയുന്നുണ്ടാവും. അങ്ങനെ ആ സിസ്റ്റം ആ തോട്ടത്തിലുള്ള എല്ലാ ചെടികളെപ്പറ്റിയും ഹീറോയ്ക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ടാവും. ഹീറോയും അതൊക്കെ കേട്ടിട്ട് ഈ ലോകം വളരെ പവർഫുൾ ആണ്, പക്ഷെ എനിക്ക് ഈ സ്ഥലവുമായി പൊരുത്തപ്പെടാൻ പറ്റുന്നുണ്ട്, അതേപോലെ ഇവിടെയുള്ള മോൺസ്റ്റേഴ്സിനും എന്ന് പറയുന്ന സമയത്ത് അവനൊരു സ്ലൈം മോൺസ്റ്റർ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ ഹീറോയും ഐറ്റം ബോക്സിന്ന് ആ സ്പിയർ എടുത്തിട്ട് അതിനെ ഡിസ്ട്രോ ചെയ്യുന്നുണ്ടാവും. അവൻ അടുത്തേക്ക് പോയി നോക്കുന്ന സമയത്ത് അതൊരു കോഫി ഫ്ലേവറിലുള്ള ജെല്ലിയാണ് എന്ന് മനസ്സിലാവുന്നുണ്ടാവും. ആ ജെല്ലീൻ്റെ അടുത്തുനിന്ന് റാങ്ക് സിയിലുള്ള ഒരു മാജിക്കൽ സ്റ്റോണും കൂടാതെ സ്റ്റാറ്റസ് ഇൻക്രീസ് ചെയ്യാൻ കഴിയുന്ന മൂൺ ഷേപ്പിലുള്ള ഒരു നെക്ലസും ലഭിക്കുന്നുണ്ടാവും. ഹീറോയും അത് കഴുത്തിലിടുന്ന സമയത്ത് അവന്റെ ലെവൽ 150ലേക്ക് ചേഞ്ച് ആവുന്നുണ്ടാവും. അവന് ആ സ്ലൈം മോൺസ്റ്ററിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ആ മാജിക്കൽ സ്റ്റോൺ പണമായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഇതുപയോഗിച്ച് എൻട്രൻസ് സെറിമണിക്ക് എനിക്ക് പുതിയ യൂണിഫോം വാങ്ങാം. സ്കൂള് ഉടൻ തന്നെ ആരംഭിക്കും. എന്നാ ഇപ്പൊ എനിക്ക് പണ്ടത്തെ പോലെ അങ്ങോട്ട് പോവാനുള്ള ഭയമില്ല. പകരം ഈ അനദർ വേൾഡിനെ കുറിച്ചുള്ള ക്യൂരിയോസിറ്റിയാണ് എന്ന് ഹീറോ അവന്റെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ടാവും. അങ്ങനെ ഒരു ദിവസം ഹീറോ ഗാർഡനിലൂടെ നടക്കുന്ന സമയത്ത് അവനൊരു ഗോബ്ലിൻ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോ ഹീറോയും ആ അറ്റാക്കിന്ന് ഡാജ് ചെയ്യുന്നുണ്ടാവും. അവൻ മനസ്സിലാണെങ്കിൽ ഇതൊരു നോർമൽ ഗോബ്ലിൻ അല്ല എന്ന് പറഞ്ഞിട്ട് അവന്റെ സ്പിയർ ഉപയോഗിച്ച് അതിനെ കൊല്ലുന്നുണ്ടാവും. പക്ഷെ അവൻ ലെവലപ്പ് ആവുന്നുണ്ടാവൂല. ഹീറോ മനസ്സിലാണെങ്കിൽ ഈ ലോകത്ത് ഞാൻ എത്രത്തോളം പവർഫുൾ ആണെങ്കിലും നാളെ ഞാൻ എൻ്റെ പഴയ ജീവിതത്തിലേക്ക് മടങ്ങാൻ പോവാണ് എന്ന് ചിന്തിക്കുന്നുണ്ടാവും. പിറ്റേ ദിവസം ഹീറോ സ്കൂളിലോട്ട് പോകുന്ന സമയത്ത് അവിടെയുള്ള സ്റ്റുഡൻസ് ഒക്കെ ഏതാണ് ഈ ഹാൻസമായ പയ്യൻ, ഇവനൊരു മോഡലാണോ എന്നൊക്കെ ഹീറോനെ പറ്റി പറയുന്നുണ്ടാവും. അവൻ ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് ആ ബുള്ളി ചെയ്ത പയ്യന്മാരൊക്കെ അങ്ങോട്ട് വന്നിട്ട് നിന്നെ മുമ്പ് ഇവിടെയൊന്നും കണ്ടിട്ടില്ലല്ലോ, നീ ഏത് സ്കൂളിൽ നിന്നാണ് ട്രാൻസ്ഫർ ആയി വന്നേ എന്ന് ചോദിക്കുമ്പോൾ ഹീറോ ആണെങ്കിൽ ഞാൻ ട്രാൻസ്ഫർ സ്റ്റുഡൻ്റ് ഒന്നുമല്ല, എൻ്റെ പേര് യൂയ ടെൻജോ എന്നാണ് എന്ന് പറയുന്ന സമയത്ത് എല്ലാവരും ഷോക്കാവുന്നുണ്ടാവും. ആ പയ്യന്മാരാണെങ്കി നീ എന്താ തമാശ പറയാണോ, ആ തടിയനും നീയും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട് എന്ന് പറയുന്ന സമയത്ത് ഹീറോയും വാഷ്റൂമിൽ പോയിട്ട് കണ്ണാടിയിൽ അവന്റെ മുഖം നോക്കുമ്പോൾ ഇത് ഞാൻ തന്നെയാണോ എന്ന് പറഞ്ഞ് ഷോക്കാവുന്നുണ്ടാവും. അവന്റെ ബ്രദർ ഹീറോന്റെ അടുത്ത് നീ സ്റ്റുപ്പിഡിനെ പോലെ ആക്ട് ചെയ്യാതെ സംഭവിച്ചത് എന്താന്ന് പറ എന്ന് ചോദിക്കുന്ന സമയത്ത് ഹീറോ കറക്റ്റായിട്ടൊന്നും പറയുന്നുണ്ടാവില്ല. അത് കാരണം അവന്റെ ബ്രദറും നീ ഒന്ന് സ്ലിം ആയിന്ന് കരുതി ഞങ്ങൾ നിന്നെ ബഹുമാനിക്കൊന്നുമില്ല, നീ ഇപ്പോഴും ആ പഴയ വൃത്തികെട്ട മൂത്ത സഹോദരൻ തന്നെയാണ് എന്ന് പറയുന്ന സമയത്ത് അവന്റെ സിസ്റ്ററും അതെ അവൻ പറഞ്ഞാണ് ശരി, നീ എപ്പോഴും സ്റ്റുപ്പിഡാണ് എന്ന് പറയുന്നുണ്ടാവും. ആ സമയത്ത് ഹീറോ രക്ഷിച്ച പെണ്ണങ്ങോട്ട് വന്നിട്ട് നീയല്ലേ യൂയ ടെൻജോ, എന്നെ മനസ്സിലായോ എന്ന് ചോദിക്കുന്നുണ്ടാവും. അതോടെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു.
ഗൈസ്, ഈ എപ്പിസോഡിൽ ഒരുപാട് ഡീറ്റെയിൽസ് ഉള്ള കാരണം ഞാൻ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ എക്സ്പ്ലനേഷൻ തയ്യാറാക്കിയത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ എക്സ്പ്ലനേഷനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമൻ്റ് അറിയിക്കുക. അപ്പോൾ അടുത്ത എപ്പിസോഡുമായി നമുക്ക് ഉടൻ തന്നെ കാണാം. അതുവരെ ബൈ ഗായ്സ്.